ഹലോ ഗെയ്സ്, ഗെയിമർമാൻ്റെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുവാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, നമുക്കാണെങ്കിൽ നമ്മുടെ മൈക്കിളിൻ്റെ ബർത്ത്ഡേ പാർട്ടി മറ്റന്നാളാണ്. പക്ഷേ എനിക്കാണെങ്കിൽ മറ്റന്നാൾ ഓഫീസിൽ നിന്ന് ടൂറ് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഇന്ന് വൈകിട്ട് അവൻ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് നമുക്ക് കൊടുക്കണം, ബർത്ത്ഡേ ഗിഫ്റ്റ്. എടാ ഷിൻചാനെ, നിനക്ക് വല്ലതും ബർത്ത്ഡേ ഗിഫ്റ്റ് ആലോചിച്ചിട്ട് കിട്ടിയോ? ഗീസ്, നമുക്കാണെങ്കിൽ എന്ത് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് ആലോചിക്കുന്നത്. ഫ്രാങ്കമ്മേ, നമുക്ക് ടെഡി ബിയർ കൊടുത്താലോ? എന്താടാ ടെഡി ബിയറാ? ആ മുതുക്കനാ? എടാ നിൻ്റെ ക്ലാസ്സിൽ ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യമല്ല പറഞ്ഞ്, കുറച്ച് എന്തെങ്കിലും വലിയ ആൾക്കാർക്ക് കൊടുക്കാനുള്ള. ഫ്രാങ്കമ്മേ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കാറ് കൊടുത്താലോ? എന്താടാ കാറാ? പക്ഷേ ശരിയാണ് നീ പറഞ്ഞത്. പക്ഷെ അവനാണെങ്കിൽ വീട്ടിൽ കുറേ കാറുണ്ട്. ഞാൻ ഈ കാറ് കൊടുത്താൽ ഈ കാർ അവൻ എവിടെ കൊണ്ടിടും? ഫ്രാങ്കമ്പേ കുറച്ച് വെറൈറ്റി ആയിട്ട് ചിന്തിക്ക്. ഫ്രാങ്കമ്പേ ഒരു വെറൈറ്റി കാർ കൊടുത്താലോ? എന്താടാ ശരിയാ, വെറൈറ്റി കാറ് കൊടുക്കാം. പക്ഷെ വെറൈറ്റി കാറ് കൊടുക്കാനാണെങ്കിൽ ഓക്കെ, നമുക്ക് ഐഡിയ കിട്ടി. നമ്മുടെ ട്രെവറിനാണെങ്കിൽ കാറിൻ്റെ ഷോറൂമുണ്ട്. അപ്പോൾ അവനെ വിളിച്ച് നമുക്ക് ചോദിക്കാൻ എന്തെങ്കിലും വെറൈറ്റി കാറുണ്ടോ എന്ന്, അത് അവന് കൊടുക്കാം ഗൈസ്. അതായിരിക്കും നല്ലത്. ഓക്കെ എടാ ശരിയാ, നീ പറയാൻ ശരിയാ. ഓക്കെ, നമുക്ക് എന്തായാലും ആ ട്രെവറിന് ഷോറൂമും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തായാലും താഴെ പോയിട്ട് ആ ട്രെവറിനെ ഒന്ന് വിളിച്ച് അന്വേഷിച്ച് നോക്കാം ഗൈസ്. അതായിരിക്കും ബെറ്റർ. ട്രെവറിൻ്റെ കയ്യിൽ വെറൈറ്റി കാറുകൾ കാണാതിരിക്കത്തില്ല. സോ നമുക്കെന്തായാലും അവനെ വിളിച്ച് നോക്കണം ഗൈസ്. നമ്മുടെ ഗാരേജിലൊക്കെ കുറേ വണ്ടികളൊക്കെ കിടപ്പുണ്ട്, കണ്ടോ ഗൈസ്, കുറേ വണ്ടിയൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും അവന് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് കൊടുക്കേണ്ടത് വെറൈറ്റി കാറാണ്. നമ്മുടെ കയ്യിൽ അങ്ങനെ വെറൈറ്റി കാറുകളൊന്നും ഇല്ല ഗൈസ്. സോ നമുക്ക് ട്രെവറിനെ വിളിച്ച് നോക്കാം. അപ്പോൾ ഗൈസ്, ഈ ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും ട്രെവറിനെ വിളിക്കാം ഗൈസ്. ഓക്കെ, വാടശിഞ്ചന ട്രെവറിനെ വിളിച്ച് അന്വേഷിച്ച് നോക്കാം. എന്താടാ ഫ്രാങ്ക്ലിനെ? എടാ ട്രെവറെ, മറ്റൊന്നല്ലടാ നമ്മുടെ മൈക്കിളിൻ്റെ ബർത്ത്ഡേ പാർട്ടി. ആടാ, അത് ശരിയാണല്ലോ, മറ്റന്നല്ലേ മൈക്കിളിൻ്റെ ബർത്ത്ഡേ പാർട്ടി. അപ്പോൾ പോകണ്ടേ? എടാ അന്നെനിക്ക് പോകാൻ പറ്റത്തില്ല, കാരണം എൻ്റെ ഓഫീസിൽ നിന്ന് ചെറിയൊരു ടൂർ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകിട്ട് അവനൊരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ? ആടാ, അങ്ങനെയാണെങ്കിൽ ആ ഗിഫ്റ്റ് കൊടുക്കണം. എടാ അപ്പം ഞാൻ ആലോചിച്ചിരിക്കുന്നത് ഒരു വെറൈറ്റി കാറ് അവന് ഗിഫ്റ്റായിട്ട് കൊടുക്കാനാണ്. അപ്പോൾ ഞാൻ നിൻ്റെ അടുത്ത് വിളിച്ചതെന്താണെന്ന് വെച്ചാൽ, നിനക്ക് ഷോറൂമല്ലേ, അപ്പം നിനക്ക് വല്ലതും വെറൈറ്റി കാറ് ഉണ്ടോ എന്നറിയാനാണ്. നിൻ്റെ ഷോറൂമിൽ വല്ലതും വെറൈറ്റി കാറ് കിടപ്പുണ്ടോ? വെറൈറ്റി കാറുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ എൻ്റെ കയ്യിലൊരു വെറൈറ്റി കാറുണ്ട്. എടാ ഫ്രാങ്ക്ലിനെ, നീ ഇന്ന് വൈകിട്ട് വരുവാണെങ്കിൽ ഞാൻ നിനക്ക് ആ വെറൈറ്റി കാർ തരാം. ഒരു കിണ്ണങ്ങാച്ചി സാധനം, വെറൈറ്റി കാർ. അവൻ്റെ കണ്ണുകളിപ്പോൾ മൈക്കിളിൻ്റെ. എന്താടാ അങ്ങനത്തെ ഒരു കാറാണ് എനിക്ക് വേണ്ട. അവൻ്റെ കണ്ണുകളാണ് അമ്മാതിരി വെറൈറ്റി ആയിരിക്കണം. ഓക്കെ, ഞാൻ എന്തായാലും വൈകുന്നേരം വന്നാൽ മതിയോ? ആടാ ഫ്രാങ്ക്ലിനെ, നീ വൈകുന്നേരം വന്നാൽ മതി. അല്ലെങ്കിൽ നീ ഒരു പണി, ഇപ്പം തന്നെ വാ. അപ്പോൾ കുഴപ്പമില്ല, നീ എന്തെങ്കിലും പണി, എൻ്റെ കയ്യിൽ ഇപ്പോൾ കിടപ്പുണ്ട്. നീ ഇപ്പം തന്നെ വാ. എന്താടാ ഇപ്പോൾ വരട്ടെ എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട്? ആടാ, നീ ഇപ്പം തന്നെ വാ. ഓക്കെ, ഞാൻ എന്തായാലും ഇപ്പം തന്നെ അങ്ങോട്ട് വരാം. ഓക്കെ എടാ ട്രെവറെ, ഞാൻ എന്തായാലും ഇപ്പം തന്നെ വരാം. ഓക്കെ, വെറൈറ്റി കാർ ഉണ്ടല്ലോ അല്ലേ നിൻ്റെ കയ്യിൽ? ആടാ, നിനക്കറിയാൻ വിശ്വാസമില്ല, എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, നമ്മളാണെങ്കിൽ ആ ട്രെവറിനെ വിളിച്ചിട്ട് ചോദിച്ചപ്പോൾ, എടാ ഷിൻചൻ, ആ ട്രെവറിനെ വിളിച്ച് ചോദിച്ചപ്പോൾ ട്രെവർ എന്താണെന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം തന്നെ അവൻ്റെ ഷോറൂമിലേക്ക് ചെന്നോളാൻ പറഞ്ഞ്. അതായത് അവൻ്റെ കയ്യിൽ വെറൈറ്റി കാർ കിടപ്പുണ്ട് ഗൈസ്. ഓക്കെ, അതുകൊണ്ട് കുഴപ്പമില്ല. അവൻ്റെ മൈക്കിളിൻ്റെ കണ്ണ് തള്ളുന്നൊക്കെയാണ് പറഞ്ഞത്. വാട ഷിൻചാനെ, നമുക്കെന്തായാലും അവൻ്റെ ഷോറൂമിലേക്ക് പോവാം. ഓക്കെ എടാ വേഗം കയറ്, അല്ലെങ്കിൽ വേണ്ട ഗൈസ്. നമ്മളെപ്പോഴും കാറിലല്ലേ പോകുന്നത്. ബൈക്ക് എടുത്തിട്ട് കുറച്ച് നാളായി. നമുക്കൊരു പണിയാം, ബൈക്കിൽ പോവാം. വാട ഷിൻചാനെ, നീ കാറിൽ കയറണ്ട, നീ ബൈക്കിൽ കയറ്. നമുക്കിപ്പോൾ ബൈക്കിൽ പോവാം, കാരണം ബൈക്ക് എടുത്തിട്ട് കുറച്ച് നാളായി. നമ്മളിപ്പോൾ എന്തിനു പോയാലും നമ്മളിപ്പോൾ കാറാണ് ഗൈസ് എടുക്കുന്നത്. ബൈക്കിൻ്റെ കാര്യം മറന്നേ പോകും. അപ്പോൾ നമ്മളെന്തായാലും ഇന്ന് ബൈക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, നമുക്കെന്തായാലും ഇനി അവൻ്റെ ആ ഒരു ഷോറൂമിലേക്ക് പോവാം. അവൻ്റെ ഷോറൂം അത്രയും ദൂരമൊന്നും ഇല്ല ഗൈസ്, ഇവിടെ ഒരു അടുത്താണ്. നമുക്കെന്തായാലും അവൻ്റെ ഷോറൂമിലേക്ക് പോവാം ഗൈസ്. നമ്മളാണെങ്കിൽ ഷോറൂമിലോട്ട് പോവാണ് ഗൈസ്. ഓക്കെ, നമ്മളെന്തായാലും അവൻ്റെ ഷോറൂം കുറച്ചും കൂടെ ഉള്ളു ഗൈസ് അവൻ്റെ ഷോറൂമിലേക്ക്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അവൻ്റെ ആ ഒരു ഷോറൂമും കാര്യങ്ങൾ അവൻ്റെ ആ ഒരു ഷോറൂമിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്.
ഓക്കേ. നമുക്ക് അതേ എത്തിയല്ലോ. ദേ അവിടെ കാണുന്ന ഒരു ഇത് കണ്ടോ, വീട് പോലത്തെ ഒരു സംഭവം, അതാണ് അവൻ്റെ ഷോറൂം. ഓക്കെ, എന്നാലും നമ്മുടെ ഒരു ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ ഗൈസ്, അതായിരിക്കും നല്ലത്. വാടാ ഷിൻചാനെ, നമുക്കെന്തായാലും ആ ഒരു ഷോറൂമിലേക്ക് പോവാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. എടാ ഷിൻചാനെ, പിന്നെ ഒരു കാര്യം, അവിടെ ചിലവ് പല പല കാറുകളും കാണും. അതൊന്നും കണ്ടിട്ട് നമുക്ക് വാങ്ങിക്കണം വാങ്ങിക്കണം എന്നൊന്നും പറയില്ല. എൻ്റെ കയ്യിൽ ഇപ്പോൾ അത്രയും കാശില്ല. ഞാനിപ്പോൾ കാറ് വാങ്ങിക്കുന്നത് തന്നെ ആ മൈക്കിൾ ഞാൻ കേട്ടോ, പറഞ്ഞ കേട്ടല്ലോ. അവിടെ പല കാറും കാണുമോന്നും നിനക്ക് വേണമെന്ന് പറയല്ലോ. ഇല്ല ഫ്രാങ്കപ്പേ ഗിഫ്റ്റ് വാങ്ങിച്ചോ. എന്താടാ, അങ്ങനെ നല്ല കുട്ടിയായിട്ട് വാ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക എല്ലാവരും. ഓക്കെ, നമുക്കെന്തായാലും ഈ ഒരു ഷോറൂമിൻ്റെ അകത്തോട്ട് കയറാം ഗൈസ്. കുറേ വണ്ടികളൊക്കെ കിടപ്പുണ്ട്. ഓക്കെ, നമുക്കെന്തായാലും എൻ്റെ അകത്തോട്ട് കയറാം. എടാ, നമുക്കാണെങ്കിൽ ഇവിടെ കുറേ വണ്ടിയൊക്കെ കിടപ്പുണ്ട് ഗൈസ്. ഓക്കെ, എടാ അവിടെ നിൽക്കുന്ന ട്രെവറല്ലേ? ആ ട്രെവറെ. എടാ ഫ്രാങ്ക്ലിനെ, എടാ ഇവിടെ കുറേ വണ്ടിയുണ്ട്. നിനക്ക് ഏതാ വണ്ടി എന്ന് വെച്ചാൽ നീ നോക്കി എടുത്തോ. എന്താടാ, എടാ ഇത് കിടക്കുന്ന റോൾസ് റോയ്സ് അല്ലേ? എൻ്റെ മോനെ സീൻ സാധനം. എന്തേ നമ്മുടെ റെഡ് കളർ റോൾസ് റോയ്സാണ് ഗൈസ് കിടക്കുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ ഡിഫൻഡർ കിടപ്പുണ്ട്. ഇത് നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്നതാണ്, പിന്നെ നമ്മൾ കൊടുത്താണ് ഈ വണ്ടി. ഡിഫൻഡർ നമ്മുടെ കിടപ്പുണ്ട്. ഓക്കെ, വെയിറ്റ് മിനിറ്റ്. എടാ ഈ കാറാണോ നീ പറഞ്ഞ വെറൈറ്റി കാറ്? ആടാ ഫ്രാങ്ക്ലിനെ. എടാ ട്രവർ, ഞാനിത് കയറി വന്നപ്പോൾ ഒരു കാർ ഞാൻ കണ്ടു, പക്ഷേ ഇപ്പോഴാണ് ഞാൻ ഇത് ശ്രദ്ധിച്ച് കാണുന്നത്. എടാ ഗൈസ്, നിങ്ങൾ ഈ കാറിന് നോക്കി. എടാ ഇത് വെറൈറ്റി എന്ന് വെച്ചാൽ അമ്മാതിരി വെറൈറ്റി കാറ്. എടാ ഫ്രാങ്ക്ലിനെ, ഈ കാർ നിനക്ക് ഇഷ്ടപ്പെട്ടോ? എടാ ഇഷ്ടപ്പെട്ടാന്ന് വെച്ചാൽ അമ്മാതിരി സാധനം. നീ വെറൈറ്റി എന്ന് പറയുമ്പോൾ ഇത്രയും വെറൈറ്റി ഞാൻ പ്രതീക്ഷിച്ചില്ല. എടാ ഇത് ഏതാ വണ്ടി? എടാ ഇത് ലംബോർഗിനിയുടെ ഒരു മോഡലാണ്. എന്താടാ ലംബോർഗിനിയുടെ മോഡൽ? എന്തായാലും സീൻ സാധനം ഗൈസ്. ഇത് ആ മൈക്കിളിന് കൊടുത്ത് അവൻ്റെ കണ്ണ് തള്ളു, അത് ഉറപ്പ് തന്നെ. എടാ അപ്പോൾ ഈ കാർ ഞാനെങ്ങനെ കൊണ്ടുപോകും? എടാ അത് നീ ഇപ്പോൾ നിൻ്റെ ബൈക്കിലല്ലേ നീ വന്നത്, ആ ബൈക്കിൽ നീ പോയിക്കോ. ഈ കാറ് പിന്നെ നിൻ്റെ വീട്ടിൽ കൊണ്ടുവരാം. എന്താടാ, അതാ ശരി. എടാ ഷിൻചാനെ, നിനക്ക് ഇഷ്ടപ്പെട്ട? ഫ്രാങ്കമ്പൈ പൊളി വണ്ടി ഫ്രാങ്കമ്പൈ. എടാ ഷിൻചാനെ, എനിക്കാണെങ്കിൽ ഈ ഒരു വണ്ടി വാങ്ങിക്കണമെന്നുണ്ട് ഗൈസ്. നമുക്ക് കുറച്ച് കാശൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഈ ഒരു വണ്ടി വാങ്ങിക്കാം. വാടാ ഷിൻചാനെ, ആ ട്രെവർ ഈ വണ്ടി നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നോളും. നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഒരു ബൈക്ക് എടുത്ത് വീട്ടിൽ പോകാം. ആ ട്രെവർ വണ്ടി വീട്ടിൽ കൊണ്ടുവന്നോളും. വാടാ ഷിൻചാനെ. എടാ ഷിൻചാനെ, നിനക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഇഷ്ടപ്പെട്ടല്ലോ. ആ ഫ്രാങ്കമ്പൈ പൊളി വണ്ടി. എടാ ആ വണ്ടി എനിക്കും ഇഷ്ടപ്പെട്ടു. ഒരു വെറൈറ്റി വണ്ടി. അവൻ വെറൈറ്റി എന്ന് പറയുമ്പോൾ ഇത്രയും വെറൈറ്റി പ്രതീക്ഷിച്ചില്ല ഗൈസ്. അവൻ എന്തായാലും വണ്ടിയും കാര്യങ്ങളൊക്കെ ആ ട്രെവർ നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവന്നോളും. നമുക്കെന്തായാലും നമ്മുടെ വീട്ടിലോട്ട് പോകും ഗൈസ്. അവൻ കൊണ്ടുവന്നോളും വണ്ടിയും കാര്യങ്ങളൊക്കെ ഗൈസ്. നമുക്കെന്തായാലും ഈ ഒരു ബൈക്ക് എടുത്ത് നമ്മുടെ വീട്ടിലോട്ട് പോകാം. എന്തായാലും ആ ഒരു വണ്ടി ഗൈസ് നിങ്ങൾ കണ്ടായിരുന്നു, എന്ത് സീൻ വണ്ടിയാണ് ഗൈസ് അത്. ഈ അമ്മാതിരി വെറൈറ്റി. നമ്മളാണെങ്കിൽ നമ്മുടെ വീട്ടിൽ എത്താറായിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് തന്നെ നമ്മുടെ വീട്ടിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, നമ്മളാണെങ്കിൽ ആ ഫ്രാങ്ക്ലിൻ്റെ വീട് എത്താറായിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു അപ്പോൾ പറഞ്ഞ ഈ ഒരു വണ്ടി കൊണ്ട് അവൻ്റെ വീട്ടിൽ നമ്മൾ ചെല്ലുവാണ്. അവൻ്റെ വീട്ടിൽ ബൈക്കിൽ ഗിഫ്റ്റ് കൊടുക്കാനുള്ള വണ്ടിയാണ് ഗൈസ് ഇത്. ഓക്കെ, അവനെന്തായാലും ഈ വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഫ്രാങ്ക്ലിൻ. അങ്ങനെ നമ്മൾ ഈ ഫ്രാങ്ക്ലിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമുക്കിനി ഈ വണ്ടി അകത്തോട്ട് കയറ്റിയിടാം. ഓക്കെ, എനിക്ക് അവൻ അകത്തുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഇവിടെ ഒന്നും കാണുന്നില്ല അവനെ. ഓക്കെ, നമ്മുടെ വണ്ടി ഇവിടെ കിടക്കട്ടെ ഗൈസ്. നല്ലൊരു വണ്ടിയാണ്. ഓക്കെ ഗൈസ്, നമുക്കെന്തായാലും ഈ വണ്ടി ഇവിടെ ഇടാം. എടാ ഫ്രാങ്ക്ലിനെ വാടാ, നിൻ്റെ വണ്ടിയൊക്കെ എവിടെ ഇട്ടിട്ടുണ്ട്? എടാ ഫ്രാങ്ക്ലിനെ വാടാ. ഇവനെവിടെ പോയി കിടക്കുമോ? അകത്ത് എടാ ഫ്രാങ്ക്ലിനെ. വെയിറ്റ് മിനിറ്റ്. ഷിൻചാനെ, നമ്മളെ ആരും വിളിക്കുന്നുണ്ടല്ലോ. ഇത് മിക്കവാറും ആ ട്രെവർ നമുക്ക് ആ വണ്ടിയും കൊണ്ട് വന്നതായിരിക്കും. നമ്മളാണെങ്കിൽ വീട്ടിൽ കയറിയതേ ഉള്ളൂ, അപ്പോൾ തന്നെ വണ്ടിയും കൊണ്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇത് ട്രെവർ തന്നെ. എടാ ഫ്രാങ്ക്ലിനെ, നിൻ്റെ വണ്ടിയൊക്കെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്, പൈസയും കാര്യങ്ങളൊക്കെ. എടാ അത് നീ പിന്നെ എത്രയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, എനിക്ക് ശമ്പളം കിട്ടുമ്പോൾ ഞാൻ തന്നോളാം. നല്ല വില കൂടിയ വണ്ടിയല്ലേ? എടാ നല്ല വില കൂടിയ വണ്ടിയാണ്. എടാ അതൊക്കെ പൈസയൊന്നും നമുക്ക് പ്രശ്നമല്ല, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്. പക്ഷെ ശമ്പളം കിട്ടുമ്പോൾ നമ്മൾ തരാം. ഓക്കെ, ഞാൻ എന്തായാലും ഈ ഒരു വണ്ടി ചെറുതായിട്ടൊന്ന് ഓടിച്ച് നോക്കട്ടെ. ആടാ ഫ്രാങ്ക്ലിനെ, നീ അതൊന്ന് ഓടിച്ച് നോക്കിക്കോ. ഓക്കെ, നമുക്കെന്തായാലും എടാ ഷിൻചാനെ, നീ കയറുന്നെങ്കിൽ കയറ്. നമുക്ക് ഈ ഒരു വണ്ടി ഞാൻ ആദ്യമായിട്ടാണ് ഈ വണ്ടിയൊക്കെ ഞാൻ TV-യിലേ കണ്ടിട്ടുള്ളൂ, ഇങ്ങനത്തെ വെറൈറ്റി വണ്ടി. ഇപ്പോഴാണ് ഞാൻ ഈ ഒരു വണ്ടി കയറുന്നത്. എടാ ഷിൻചാനെ, വണ്ടി അകത്ത് കയറിയാ? ഫ്രാങ്കപ്പേ വണ്ടി ഇട്.
ഓക്കെ ഓക്കെ, ഞാൻ എന്തായാലും ഈ വണ്ടി റോട്ടിലോട്ടൊന്നും ഇറക്കുന്നില്ല ഗൈസ്. ഞാൻ എന്തായാലും ഈ വണ്ടി നമ്മുടെ വീടിൻ്റെ പുറകെ തന്നെ ഇട്ട് ഓടിക്കാമെന്ന് വിചാരിച്ചു. ഓ ഗൈസ്, ഇത് ചെറുതായിട്ടൊന്ന് ഇടിച്ചു ഗൈസ്. എനിക്കാണെങ്കിൽ അധികം ക്ഷമയോ ഗൈസ്, ഇത് മിക്കവാറും ഞാൻ തന്നെ ഇടിച്ച് പൊളിക്കുന്നതാണ് തോന്നുന്നത്. നമുക്കെന്തായാലും ഈ വണ്ടി തിരിച്ചു കൊണ്ടിടാം. എൻ്റെ കയ്യിൽ ഞാൻ ഈ വണ്ടി ഓടിക്കുന്നത് ഡേഞ്ചറാണ്. കാരണം എനിക്കാണെങ്കിൽ അത്ര ക്ഷമയില്ല ഗൈസ്. ഞാനാണെങ്കിൽ ഈ വണ്ടിയൊക്കെ പറപ്പിച്ച് വിടും. ഓക്കെ, ഞാൻ എന്തായാലും വണ്ടി തിരിച്ച് നമ്മുടെ ഫ്രണ്ടേ കൊണ്ടിട്ടിട്ട് നമ്മുടെ മൈക്കിളിനെ വിളിക്കാം. ഓക്കെ, വണ്ടിക്ക് ചിലതൊന്നും പറ്റിയിട്ടില്ല ഗൈസ്. ഓക്കെ, നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ് ഗൈസ് ഇത്. ഓക്കെ, നമ്മുടെ വണ്ടി ഞാൻ വിചാരിച്ചെല്ലാം പൊട്ടിപ്പോയെന്ന് ഗൈസ്, നമ്മൾ കൊണ്ട് ഇടിച്ചപ്പോൾ അറിയാതെ ഇടിച്ചാണ്. കാരണം ഇത് ഭയങ്കര സ്പീഡുണ്ട് ഗൈസ്. സ്പീഡെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. നമുക്കെന്തായാലും നമ്മുടെ വണ്ടി നേരത്തെ നമ്മുടെ ഡ്രൈവർ കൊണ്ട് ഇട്ട പോലെ തന്നെ നമുക്കിടാം ഗൈസ്. ഇവിടെ കിടക്കട്ടെ നമ്മുടെ ഈ ഒരു വണ്ടി കാര്യങ്ങളൊക്കെ. എടാ ഷിൻചനെ വാടെ ഇറങ്ങി. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു മൈക്കിളിനെ വിളിച്ചിട്ട് പറയാം, ഒരു അത്യാവശ്യമുണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ മതി. എന്നാ ഫ്രാങ്ക്ലിനെ വണ്ടി ഇഷ്ടപ്പെട്ടോ? ആടാ ഡ്രൈവറെ, നീ പോയിക്കോ, വണ്ടിയൊക്കെ ഇഷ്ടപ്പെട്ടവരുണ്ട്. എടാ വാടാ ഷിൻചനെ, നമുക്കിനി ആ മൈക്കിളിനെ ഒന്ന് വിളിച്ചിട്ട് അത്യാവശ്യമായിട്ട് വരാൻ പറയാം. അപ്പം അവൻ ഓടി വരും പേടിച്ചിട്ട്. ഹലോ, എന്താണോ ഫ്രാങ്ക്ലിന്? എടാ മൈക്കിളെ, അത്യാവശ്യമായിട്ട് നീ എൻ്റെ വീട് വരെ വരണം. എന്താടാ അത്യാവശ്യമായിട്ടോ? എന്തിനാടാ ഞാൻ ഇപ്പോൾ നിൻ്റെ വീട്ടിലോട്ട് അത്യാവശ്യമായിട്ട് വരുന്നത്? എടാ വേഗം, ഒട്ടും സമയമില്ല. എടാ ശരി, നിനക്ക് അത്യാവശ്യമുണ്ട്. ശരി, ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ട് വരാം. എന്തായാലും ഞാൻ ഇപ്പോൾ വരാം. ഗൈസ്, അവൻ എനിക്ക് തോന്നുന്നു അവൻ എന്താണ് ഞാൻ ഇപ്പോൾ അത്യാവശ്യമായിട്ട് വരാൻ എന്ന് വിളിച്ചവൻ ട്രെവർ പോയോ? ഗൈസ്, ട്രെവർ പോയിട്ടുണ്ട്. നമ്മളെന്തായാലും മൈക്കിളിനെ വിളിച്ചിട്ടുണ്ട്. അവൻ ഇപ്പം തന്നെ എന്തായാലും വരും ഗൈസ്. ഗൈസ്, നമ്മളാണെങ്കിൽ ആ ഫ്രാങ്ക്ലിൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. അവൻ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് എന്താ അത്യാവശ്യമായിട്ട് വരാനാണ് പറഞ്ഞത്. അവനെന്താ വട്ടമായോ അത്യാവശ്യമായിട്ട് വരാൻ? നമുക്കെന്തായാലും പോവാം. എന്തെങ്കിലും പൈസയ്ക്ക് വല്ല ആവശ്യം വന്ന് കാണും, അതായിരിക്കും നമ്മളെ വിളിച്ചതൊക്കെ. ഓക്കെ, അല്ലെങ്കിൽ അവൻ നമ്മളെ ഒന്നും വിളിക്കാറൊന്നുമില്ല. ഓക്കെ, നമുക്കെന്തായാലും വെയിറ്റ് മിനിറ്റ്. എന്താടാ അവിടെ ഒരു പുതിയ വണ്ടി കിടപ്പുണ്ടല്ലോ? അവൻ പുതിയ വണ്ടിയൊക്കെ വാങ്ങിച്ചെന്ന് തോന്നുന്നു. അവൻ നമ്മുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. നോക്കുന്നത് പുതിയത് എൻ്റെ മോനെ വണ്ടി ഗൈസ്. എനിക്ക് ഇങ്ങനത്തെ ഒരു വണ്ടി എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഗൈസ്. നോക്ക് പൊളി വണ്ടി. ഇവന് ഈ 2 വണ്ടി പോരാതെ അവൻ പുതിയൊരു വണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. എടാ ഫ്രാങ്ക്ലിനെ, നീ എന്തിനാടാ എന്നെ വിളിച്ചു? എടാ ഫ്രാങ്ക്ലിനെ, ഇവൻ എവിടെ പോയി? ഇവനെ എന്തിനാ എന്നെ വിളിച്ചു? എടാ ഫ്രാങ്ക്ലിനെ. ഗൈസ്, നമ്മളെ മൈക്കിളെ നീ വന്നാ? നീ അകത്തേറി വന്നോ? ഫ്രാങ്ക്ലിനെ, നീ ഇവന് അത്യാവശ്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ വന്നോ? നീയാണെങ്കിൽ പുറത്ത് വിളിച്ചിട്ട് കേട്ടുമില്ല. എന്താടാ മൈക്കിളെ, നീ ഒന്ന് എൻ്റെ പുറകിൽ വന്നേ. എന്താടാ പുറകിലോ? നീ പുതിയ കാറൊക്കെ വാങ്ങിച്ചല്ലോ, എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല അല്ലേടാ ഫ്രാങ്ക്ലിനെ? അതൊക്കെ പോട്ടെ, നീ എന്തായാലും വാ എൻ്റെ പുറകിൽ. ഇവനെന്താടാ വട്ടായ? ഞാൻ ഇപ്പോൾ എന്തായാലും നിൻ്റെ പുറകെ വരാം. വേഗം പാടാ. ഈ ഒരു കാറ് നീ കണ്ടോടാ മൈക്കിളെ? ഈ കാർ കണ്ട്. ഈ കാറ് എനിക്കുള്ളതല്ല, എനിക്ക് വേണ്ടിയല്ല ഈ കാറ് ഞാൻ വാങ്ങിച്ചത്. എന്താടാ നിനക്ക് വേണ്ടിയല്ലേ? പിന്നെ ആർക്ക് വേണ്ടിയാടാ വാങ്ങിച്ചത് ഈ കാറ്? അത് നിൻ്റെ ഈ ഒരു കാറ് നിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റാണ് മൈക്കിളെ. എന്താടാ ഈ കാറ് എനിക്ക് വേണ്ടി നീ വാങ്ങിച്ചത്? എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റാണോടാ ഈ കാറ്? ആടാ മൈക്കിളെ, നീ എന്താ സർപ്രൈസായ? അതിനെൻ്റെ ബർത്ത്ഡേ മറ്റന്നാളല്ലേ, പിന്നെ എന്തിനാ നീ ഇന്നേ ഈ കാറൊക്കെ വാങ്ങിച്ചത്? അത് പിന്നെ മറ്റന്നാൾ എൻ്റെ ഓഫീസിൽ ടൂർ പോകേണ്ട, എനിക്ക് വരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഈ ഒരു ഗിഫ്റ്റ് തന്നത്. ഫ്രാങ്ക്ലിനെ, ഇങ്ങനത്തെ ഒരു കാറൊക്കെ എനിക്ക് വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഫ്രാങ്ക്ലിനെ. താങ്ക്സ് ഫ്രാങ്ക്ലിനെ, ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് നീ എനിക്ക് വേണ്ടി തരുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഫ്രാങ്ക്ലിനെ. അതൊക്കെ ഈ ഫ്രാങ്ക്ലിന് ഇങ്ങനെയാടാ, ഗിഫ്റ്റൊക്കെ തരുമ്പോൾ നിൻ്റെ കണ്ണ് തള്ളുന്ന രീതിയിൽ ഗിഫ്റ്റൊക്കെ തരും. ഫ്രാങ്ക്ലിൻ വെച്ചാൽ ആരാടാ നീ വിചാരിച്ച? നിനക്ക് ഈ കാർ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? ഫ്രാങ്ക്ലിനെ, എനിക്ക് ഈ കാർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. അതൊക്കെ പെട്ടെ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.